വചനമൊഴി നോമ്പുകാലം 4-ാം ഞായർ. വചനഭാഗം ഉൽപ്പത്തി 11:1-9, ജോഷുവ 7:10-15, റോമ 8:12-17, മത്തായിയുടെ സുവിശേഷം 21:33-44. ഈശോയിൽ സ്നേഹമുള്ളവരെ, പാതിനോമ്പിൻ്റെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണയെയും നീതിയെയും കുറിച്ച് ധ്യാനിക്കുവാൻ നമ്മെ സഹായിക്കുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളാണ് നോമ്പുകാലം 4-ാം ഞായറാഴ്ച വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കപ്പെടുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണത്തിൽ ശ്രവിക്കുന്നത് ബാബേൽ ഗോപുരത്തിൻ്റെ തകർച്ചയെ പറ്റിയുള്ള വിവരണമാണ്. ദൈവത്തെ കൂടാതെ നിർമ്മിച്ച ഗോപുരം തകർക്കപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 3 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ 4 കാര്യങ്ങളാണ് വിവരിക്കുന്നത്. ആദി മാതാപിതാക്കന്മാരുടെ പാപം, കായേന്റെ കൊലപാതകം, വെള്ളപ്പൊക്കത്തിന്റെ വിവരണം, ബാബേൽ ഗോപുരം. ഈ 4 വിവരണങ്ങൾക്കിടയിലും വംശാവലി അഥവാ പുതിയ തലമുറകൾ ഉണ്ടാകുന്നതിനെക്കുറിച്ച് പരാമർശമുണ്ട്. മനുഷ്യകുലം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ദൈവമനുഷ്യ ബന്ധം എപ്രകാരമായിരുന്നു എന്ന് പഠിപ്പിക്കുകയാണ് ഈ വിവരണങ്ങളുടെ എല്ലാം ലക്ഷ്യം. 4 സംഭവങ്ങളിലൂടെയും വിവരിക്കുന്നത് ഒരേ ആശയങ്ങളാണ്. അതായത് മനുഷ്യന്റെ പാപം, പാപിയെ തേടി വരുന്ന ദൈവം അവനുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നു, തെറ്റിന് ശിക്ഷ നൽകുന്നു, ശിക്ഷ മനുഷ്യനെ അനുതാപത്തിലേക്ക് നയിക്കുന്നു, മനുഷ്യകുലത്തോട് കരുണ കാണിക്കുന്ന ദൈവം അവനെ മുന്നോട്ട് നയിക്കുന്നു. ബാബേൽ ഗോപുരത്തിന്റെ വിവരണത്തിലും ഇതേ കാര്യമാണ് അവതരിപ്പിക്കുന്നത്. ദൈവത്തെ മറന്ന് ജീവിക്കുന്ന മനുഷ്യർ ദൈവത്തെ കൂടാതെ വലിയ ഗോപുരം പണിയുന്നു. ദൈവനിഷേധികളായ മനുഷ്യരെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൈവം ഇറങ്ങി വന്ന് അവരുടെ തെറ്റിന് ശിക്ഷ കൊടുത്ത് അവരെ ചിതറിക്കുന്നു. എന്നാൽ ചിതറിക്കപ്പെട്ട ജനതയിൽ നിന്ന് അബ്രാഹത്തെ വിളിച്ചുകൊണ്ട് രക്ഷാപദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ജോഷുവയുടെ പുസ്തകത്തിൽ നിന്നുമുള്ള 2-ാം പ്രഘോഷണത്തിൽ ഇസ്രായേൽ തങ്ങളുടെ ഇടയിൽ നിഷിദ്ധമായ വസ്തുക്കൾ സൂക്ഷിച്ച് പാപം ചെയ്തപ്പോൾ അവർക്ക് പരാജയങ്ങൾ നൽകി അവരെ ശിക്ഷിക്കുന്നതും, കർത്താവിന്റെ പക്കൽ നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതും നാം വായിക്കുന്നു. തിന്മയുടെ വസ്തുക്കൾ അവരുടെ പക്കൽ നിന്ന് നീക്കം ചെയ്ത് ജനത്തെ വിശുദ്ധീകരിക്കാൻ കർത്താവ് ജോഷുവയോട് ആവശ്യപ്പെടുന്നു. കാരണം അവർ ഉടമ്പടി ലംഘിച്ച് മ്ലേച്ഛത പ്രവർത്തിച്ചിരിക്കുന്നു. തിന്മ ചെയ്യുമ്പോൾ ഇടപെടുകയും അവരെ തിരുത്തുകയും കാരുണ്യപൂർവ്വം ക്ഷമിക്കുകയും ചെയ്യുന്ന കർത്താവിനെയാണ് ഇവിടെയും ദർശിക്കുന്നത്. പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നതും ജഡത്തിന്റെ പ്രലോഭനങ്ങളെ ആത്മാവിന്റെ ശക്തി കൊണ്ട് നിഹനിച്ച് വിശുദ്ധിയിൽ വ്യാപരിക്കുവാനാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവമക്കളുടെ സ്ഥാനത്താണ്. ഈശോ മിശിഹായിൽ ദത്തുപുത്രരാണവർ. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ അവിടുന്ന് നമ്മെ യോഗ്യരാക്കുന്നത് യോഗ്യരാക്കുന്നു. ആദിയിൽ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവമക്കളുടെ സ്ഥാനത്താണ് സൃഷ്ടിക്കപ്പെട്ടിരുന്നത്. പാപം ചെയ്ത മനുഷ്യൻ ദൈവമക്കളുടെ സ്ഥാനം നഷ്ടപ്പെടുത്തി മനുഷ്യനായി അവതരിച്ച ഈശോ മിശിഹായിലൂടെ അത് വീണ്ടെടുത്തു. അപ്രകാരം മിശിഹായിൽ നാം ദത്തുപുത്രരായിരിക്കുന്നു എന്ന കാര്യം പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിച്ച ഉപമയിൽ സകല സജ്ജീകരണങ്ങളോടും കൂടെ നിർമ്മിച്ച് ഫലം നൽകുന്ന മുന്തിരിത്തോട്ടം സംരക്ഷിച്ച് തനിക്കുള്ള വിഹിതം യഥാസമയം നൽകണമെന്ന വ്യവസ്ഥയിൽ ഉടമസ്ഥൻ പാട്ടക്കാരായ കൃഷിക്കാരെ ഏൽപ്പിക്കുകയാണ്. മുന്തിരിത്തോട്ടം ദൈവജനമായ ഇസ്രായേലും ഉടമസ്ഥൻ ദൈവവും കൃഷിക്കാർ ജനനേതാക്കളുമാണ്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ ദൈവം നട്ടുപിടിപ്പിച്ച അവിടുത്തെ മുന്തിരിത്തോട്ടമാണ് ഇസ്രായേൽ എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. വിളവെടുപ്പിന്റെ സമയത്ത് തനിക്ക് അവകാശപ്പെട്ടത് വാങ്ങാൻ തന്റെ ഭൃത്യരെ അയക്കുകയാണ് ഉടമസ്ഥൻ. പക്ഷേ കൃഷിക്കാർ അവരെ മർദ്ദിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു.
ദൈവജനമായ ഇസ്രായേലിനു വേണ്ടി ദൈവം അയച്ച പ്രവാചകന്മാരെ ജനനേതാക്കളും ഭരണാധികാരികളും പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യജമാനൻ തന്റെ സ്നേഹഭാജനമായ പ്രിയപുത്രനെ അവരുടെ പക്കലേക്ക് അയക്കുന്നു. ദൈവപുത്രനായ ഈശോയെ കാലത്തിന്റെ തികവിൽ ദൈവം അയച്ചതിനെ ഇവിടെ വിവക്ഷിക്കുകയാണ്. എന്നാൽ ഉടമസ്ഥനുള്ളത് കൊടുക്കാതെ പുത്രനെ വധിക്കുന്നത് ഈശോയോട് പുരോഹിത പ്രമാണികളും ജനനേതാക്കളും ചെയ്തത് സൂചിപ്പിക്കുന്നു. ഈശോ സങ്കീർത്തനം 118, 22, 23 ഉദ്ധരിച്ചുകൊണ്ട് ദൈവിക പദ്ധതിയിൽ തനിക്കും തന്റെ എതിരാളികൾക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. യഹൂദരാൽ തിരസ്കൃതനായ ഈശോ ദൈവഭവനത്തിന്റെ സഭയുടെ മൂലക്കല്ലായിത്തീരുന്നു. എന്നാൽ അവിടുത്തെ തിരസ്കരിച്ചവരുടെ മേൽ ദൈവവിധി വരും എന്ന മുന്നറിയിപ്പും അവിടുന്ന് നൽകുന്നു. അതായത് തങ്ങളുടെ ജീവിതത്തിലൂടെ തക്കതായ ഫലം നൽകാത്തവർക്ക് ദൈവരാജ്യമാകുന്ന മുന്തിരിത്തോട്ടം നഷ്ടമാകുമെന്ന മുന്നറിയിപ്പാണ് ഇവിടെയുള്ളത്. തന്റെ ജനത്തിന് രക്ഷ നൽകുവാൻ ജീവന് തുല്യം താൻ സ്നേഹിക്കുന്ന തന്റെ ഏകജാതനെ ബലി കൊടുക്കുവാൻ ദൈവം തയ്യാറാകുന്നു. സ്വന്തം ജനത്തിന്റെ ശത്രുതയെ തന്റെ ഔദാര്യപൂർണമായ ത്യാഗം കൊണ്ട് ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന ദൈവം, ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ തരഭേദം കൂടാതെ നിരന്തരം നന്മ വർഷിക്കുന്ന ദൈവം, തന്റെ ഏകജാതൻ ക്രൂശിലേറ്റപ്പെടുന്ന അത്യന്തം ക്രൂരമായ നിമിഷത്തിലും നിരുപാധിക സ്നേഹത്തിന്റെ ശാന്തിമന്ത്രം തന്റെ പുത്രന്റെ അധരങ്ങളിലൂടെ പൊഴിക്കുന്നു. പിതാവേ, ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഈ വലിയ സ്നേഹത്തിന്റെ അണമുറിയാത്ത പ്രവാഹം പുതിയ ഇസ്രായേലായ നമ്മിലേക്കും നിർബാധം കടന്നു വരുന്നു. അനാദിയിലെ ദൈവം സ്ഥാപിച്ച മുന്തിരിത്തോട്ടമായിരുന്നു ഈ പ്രപഞ്ചം. അതാണ് ഏദനിലെ തോട്ടം പ്രതിനിധാനം ചെയ്യുന്നത്. അതിൻ്റെ സംരക്ഷണത്തിനായി ദൈവം മനുഷ്യകുലത്തെ മക്കളുടെ സ്ഥാനത്ത് സൃഷ്ടിച്ച് തോട്ടത്തിലാക്കി. തോട്ടം സംരക്ഷിക്കുകയും അവിടെ ശുശ്രൂഷ ചെയ്യുകയുമായിരുന്നു മനുഷ്യന്റെ ദൗത്യം. മനുഷ്യകുലം പാപം ചെയ്ത് ആ സ്ഥാനം, മക്കളുടെ സ്ഥാനം നഷ്ടപ്പെടുത്തി. മനുഷ്യകുലത്തിൽ നിന്ന് ദൈവം ഒരു ജനതയെ തിരഞ്ഞെടുത്ത് അവരെ താൻ രൂപപ്പെടുത്തി പ്രത്യേക തോട്ടത്തിലാക്കി. ആ ജനതയാണ് ഇസ്രായേൽ. അവർക്ക് നൽകിയ തോട്ടമായിരുന്നു വാഗ്ദത്ത നാട്. അവരിലൂടെ ദൈവം തന്റെ രക്ഷാപദ്ധതി നിറവേറ്റുന്നതിന് പ്രവാചകന്മാരെയും പ്രബോധകരെയും നൽകി. അവരെയെല്ലാം അവർ തിരസ്കരിച്ചു. അവസാനം അവിടുന്ന് സ്വന്തം പുത്രനെ അയച്ചു. അവനെയും അവർ പുറത്തു കൊണ്ടുപോയി കൊന്നു. അതാണ് മിശിഹായുടെ പീഡാസഹനവും കുരിശുമരണവും. മിശിഹായെ ഉയർപ്പിച്ചു. ഉത്ഥിതനായ മിശിഹ മൂലക്കല്ലായി തീർന്നുകൊണ്ട് പുതിയൊരു ഇസ്രായേലിനെ രൂപപ്പെടുത്തി. അതാണ് ഉത്ഥിതനായ മിശിഹായിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയായ തിരുസഭ. സുവിശേഷത്തിൽ നിന്ന് ശ്രവിച്ച ഉപമയുടെ സംഗ്രഹവും ഇതുതന്നെയാണ്. മനുഷ്യകുലത്തോട് കരുണയോടെയും നീതിപൂർവവും പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ രൂപമാണ് ഇവിടെ ദർശിക്കുന്നത്. ദൈവത്തിൻ്റെ നീതിപൂർവമായ കരുണ അനുഭവിക്കുവാൻ, ദൈവഹിതത്തോട് ചേർന്ന് ജീവിക്കുവാൻ നമുക്കും കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.